2025 ഡിസംബർ മാസം 26-ാം തീയതി ചങ്ങനാശ്ശേരിയിൽ നിന്നും ഞങ്ങൾ വാഗമണ്ണിലേക്ക് പുറപ്പെട്ടു. ഒരു കുടുംബയാത്രയുടെ ഭാഗമായിട്ടാണ് വാഗമണ്ണിൽ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം എത്തിച്ചേർന്നത്. റെയിൻ ഫോറസ്റ്റ് എന്ന റിസോർട്ടിൽ നേരത്തെ റൂമുകൾ ബുക്ക് ചെയ്തിരുന്നതിനാൽ നേരെ ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചേർന്നു. സായം സന്ധ്യയോടുകൂടി ഒരു ചായ കുടിക്കാനായിട്ട് റിസോർട്ടിൻ്റെ അങ്കണത്തിൽ ഞങ്ങളെല്ലാവരും ഒന്ന് ഒത്തുകൂടി. മുത്തശ്ശിയും ചെറുമക്കളും ഉൾപ്പെടുന്ന സംഘം വളരെ സന്തോഷവതികളായിട്ട്, അതായത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വളരെ സന്തോഷമായിരുന്നു. അവരാടിപ്പാടി അങ്കണത്തിലൂടെ സമയം ചിലവഴിച്ചു. അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഏതാണ്ട് ചെറിയ ഒരു തണുപ്പിൻ്റെതായിട്ടുള്ള ഒരു തോന്നൽ ഞങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വെറ്ററും മറ്റും കരുതിയിരുന്നു. ആ റിസോർട്ടിൻ്റെ താഴെയുള്ള സിൽവർ ഓക്ക് ടെൻറ്റ്, അവിടെ ഒരു 3 ടെൻറ്റുകളുണ്ട്. ആ ടെൻറ്റുകളിലും അതുപോലെ തന്നെ മുകളിലുള്ള കെട്ടിടത്തിലെ മുറികളുമായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. ഈ വഴി ടെൻറ്റിലേക്കുള്ള വഴിയാണ്. അതായത് മുകളിൽ നിന്നും താഴേക്കുള്ള ഒരു സഞ്ചാരപാത. ഇടയ്ക്കിടയ്ക്ക് ഏലത്തിൻ്റെ ചെടികൾ കാണാം. ആ ടെൻറ്റിലേക്കുള്ള പോക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഏണിപ്പടികളിലൂടെ നമുക്ക് താഴേക്ക് പോകാം. അതല്ലെങ്കിൽ ചെറിയ റോഡും അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ സ്റ്റെപ്പിൽ കൂടി തന്നെ താഴേക്ക് അങ്ങനെ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ താഴേക്കുള്ള പോക്കിൽ ഞാനും അവരോടൊപ്പം പങ്കുചേർന്നു. അങ്ങനെ ഞങ്ങൾ താഴേക്കുള്ള ടെൻറ്റിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആ ടെൻറ്റിൻ്റെ സമീപത്തെത്തി. ഈ കാണുന്നതാണ് ടെൻറ്റും അതിനോട് ചേർന്നുള്ള ഒരു സ്വിമ്മിംഗ് പൂളും ഒരു ചെറിയ കോമൺ ഡൈനിങ് റൂമും. അങ്ങ് ദൂരെ മലമുകളിൽ നിന്ന് നോക്കിയാൽ പോലും ഈ ടെൻറ്റുകൾ കാണാം. ഇത്തരത്തിൽ 3 ടെൻറ്റുകളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ ടെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല ഒരു 1-ാം തരം ഡബിൾ റൂമാണ് ഇവിടെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മുറിയുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള സൗകര്യങ്ങൾ, TV ഉണ്ട്, ഫാനുകളുണ്ട്, നല്ല വലിയ ഒരു കട്ടിലുണ്ട്, അതേപോലെ തന്നെ ബാത്റൂം നമുക്കൊന്ന് നോക്കാം എന്ന് കരുതി ഞങ്ങൾ ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ വളരെ വൃത്തിയുള്ള ഭംഗിയുള്ള ബാത്റൂം തന്നെയാണ് ഈ ടെൻറ്റുകളിൽ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ഈ ടെൻറ്റിനോടൊപ്പം തന്നെ മുകളിൽ ഫ്രെയിം ബിൽഡിങ്ങും ഇവരെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഫ്രെയിം എന്ന് പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ധാരാളം കാണുന്ന ഷേപ്പിലുള്ള ബിൽഡിങ്ങാണ്. ഇതെല്ലാം തന്നെ ഇരുമ്പുരുക്ക് കൊണ്ടും അല്ലെങ്കിൽ കോൺക്രീറ്റോ മറ്റ് ഭിത്തികളോ ഒന്നും തന്നെ ഇല്ല, അതല്ലാതെയുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഈ ഫ്രെയിം ബിൽഡിങ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ വാഗമണ്ണിൽ വളരെ കോമൺ ആണ്. താഴെ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നതിനുള്ള ജീപ്പാണ് ഈ കാണുന്നത്. അതായത് താഴേക്ക് പോരാനും വരാനും പ്രയാസമുള്ളവരെ അവർ ജീപ്പിൽ മുകളിലെത്തിക്കും. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ, സാധാരണ എല്ലാ ട്രിപ്പുകളിലും ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഒരു തയ്യാറെടുപ്പിലേക്ക് എല്ലാവരും വന്ന് നിൽക്കുകയാണ്. ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ റിട്ടേണിനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു.